ഇത് 300 വർഷങ്ങൾ പഴക്കമുള്ള ഒരു കളപ്പുരയാണിത്. അതിൻ്റെ ചെറിയ അടുക്കളയും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ അതിൻ്റെ വരാന്തയിലാണ് ഇരിക്കുന്നത് കേട്ടോ. പഠിക്കുന്ന കാലം മുതലേ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനോട് കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ആ സബ്ജക്റ്റ് എടുത്താണ് ഞാൻ പഠിച്ചത്. അന്ന് മുതലേ ഈ തറവാടുകൾ, കളപ്പുര അല്ലെങ്കിൽ പത്തായം എന്നൊക്കെ പറയുമ്പം അതൊക്കെ നേരിട്ട് കാണാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ കാണാൻ അന്യമായിക്കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്നാണല്ലോ ഇതൊക്കെ. അപ്പോൾ ഇതാണ് കളപ്പുര. എന്താണ് കളപ്പുര എന്നറിയതില്ലാത്തവർക്ക് ആദ്യമായിട്ട് പറഞ്ഞു തരാം. അതായത് പണ്ട് കാലത്ത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1700കളിൽ, നിങ്ങൾ ആ എഴുത്ത് കണ്ടോ? അത് എന്തോ ഒരു അക്ഷരോ എന്തോ ഒരു അക്കോ ആണ് കേട്ടോ. അത്രയും കാലഘട്ടങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നതാണത്. അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലൊക്കെ നെൽകൃഷി ഒത്തിരി വ്യാപകമായിരുന്നു കേട്ടോ. വലിയ തറവാടുകളിൽ നെൽശേഖരണത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ഈ കളപ്പുരകൾ. ഇതൊക്കെ നല്ലതരം തടികളിൽ നിർമ്മിച്ചേക്കുന്നതാണ്. നമ്മളിപ്പോൾ നിന്നിരുന്ന റൂമിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ചെറിയൊരു കിച്ചൺ കാണാവേ. അന്നത്തെ കാലഘട്ടത്ത് 100-200 പണിക്കാർക്ക് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്ന അടുക്കളയാണ് കേട്ടോ ഇത്. ചെറിയ രീതിയിൽ വെളിച്ചമൊക്കെ കയറുന്നുണ്ട് കേട്ടോ ഉള്ളിലോട്ട്. പിന്നീട് ഞങ്ങൾ മുകളിലോട്ടാണ് പോകുന്നത്. മുകളിലാണ് സ്റ്റെപ്പ് കയറി പോകണം. ഇവിടെ പ്രധാനമായിട്ടും 3 പത്താഴങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിങ്ങനെ പലക മാറ്റി വെച്ച് അതിനകത്തേക്ക് ഇടുവാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നമുക്ക് എന്തൊരു മണ്ണും മാറ്റി മാറ്റി വെക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് കൂടുതൽ ശേഖരിച്ച് വെക്കാൻ പറ്റുന്നില്ല. വെളിച്ചം കുറവായതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് വേറൊരു പത്താഴമാണേ. ഇതാണ് നിലപ്പത്താഴം. 3 പത്താഴാണ്. ഇതിന് മുകളിൽ ഓർമ്മ ഉണ്ട് കേട്ടോ. ഇതൊരു പത്താഴം. മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ജനലിലൂടെയൊക്കെ ചെറിയ വെട്ടമൊക്കെ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് കിട്ടിയിരുന്ന നെല്ല് ശേഖരിച്ചിരുന്ന 3 പത്താഴങ്ങളാണ്. അതിനുശേഷം ഇതിന് ഉപയോഗിച്ചിരുന്ന ടൂൾസൊക്കെ, നമ്മൾ ഈ നെല്ല് കൃഷി ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന ടൂൾസൊക്കെ വെച്ചിരുന്ന മുറി കാണാൻ വേണ്ടി പോയി. ഈ മുറിക്ക് പറയുന്നത് തൂമ്പാമുറി എന്നാണേ. ആ താക്കോലിനൊക്കെ നല്ല കനമുള്ളതാണ്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചേക്കുന്നതാണ്. ഇതാ കാണുന്ന പെട്ടിയും ഒരു പത്താഴമാണ് കേട്ടോ. അതിനകത്ത് ഒത്തിരി വിഭവങ്ങൾ ശേഖരിച്ച് വയ്ക്കാൻ പറ്റും. ഉള്ളിലോട്ട് ഒത്തിരി സ്പേസ് ഉണ്ട്. പിന്നെ മുകളിൽ കാണുന്നത് അതൊരു ടൂളാണ്. നെൽകൃഷിക്ക് ഉപയോഗിക്കുന്ന, പാടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതിൻ്റെ പേര് ഞൗരി എന്നാണ് കേട്ടോ. പിന്നെ വേറൊരു ടൂൾ വരുന്നത് മേഞ്ഞൽ എന്നാണ് അതിന് പറയുന്നത്. മേഞ്ഞൽ, കലപ്പ. നമ്മൾ കലപ്പ എന്നൊക്കെയാണ് പഠിച്ചേക്കുന്നത്. മേഞ്ഞൽ എന്നാണ് അതിൻ്റെ പേര്. ഇതാ കാണുന്നതാണേ. ഈ കലപ്പ പണ്ട് കാലത്ത് നില ഉഴുവാനും അത് സമതലമാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനമായിട്ടുള്ള കൃഷി ഉപകരണമായിരുന്നു. ഇത് സാധാരണയായിട്ട് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ അത് ചില ഭാഗങ്ങളൊക്കെ ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കുന്നവയുണ്ട്. ഇത് പക്ഷെ മരം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇതാ ആ കാണുന്ന കിണർ 300 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലേ? ഇതിങ്ങനെ കല്ലുകൊണ്ടാണ്, കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങ് താഴെ വരെ അങ്ങനെയാണ് കേട്ടോ. അതായത് ഒത്തിരി മണ്ണിടിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് അന്ന് അവരങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഇത് കാലികൾ വളർത്തിയിരുന്ന പശുത്തൊഴുത്താണ്. അതൊക്കെ അതുപോലെ തന്നെയുണ്ട് കേട്ടോ. ഇപ്പം അത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ ജലസ്രോതസ്സിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന വലിയ കുളമാണ്. അതൊരു 70 വർഷമൊക്കെ ആയിട്ടുള്ളൂ അത് കെട്ടിയിട്ട്. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രദേശങ്ങളെ മൊത്തം കാണാൻ പറ്റുമേ.